നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗ്രാനി സുഹൃത്തുക്കളെ. നമ്മളിത് ശരിക്കും എസ്കേപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ട്രെയിൻ്റെ ആക്സിലേറ്റർ കണ്ടുപിടിച്ചു, ട്രെയിൻ കീ കണ്ടുപിടിച്ചു, പിന്നെ എല്ലാം നമ്മൾ കണ്ടുപിടിച്ചാണ്. അപ്പോഴേക്കും നമ്മള് അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് ഇട്ടിട്ട് കളിക്കുന്നത് ഗ്രാൻഡ് പാന മാത്രം. അടുത്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാൻഡിനെ മാത്രം ഇട്ടിട്ട് കളിക്കുള്ളൂ. ഗൈസ് നമ്മൾക്ക് എന്തായാലും നൈറ്റ് മെയർ മൂഡ് ട്രൈ ചെയ്യാന്ന്. നൈറ്റ് മെയർ മൂഡാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത്. എന്തായാലും ഗൈസ് നമ്മൾ നൈറ്റ് മെയർ മൂഡിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് പേടിയാവുന്നുണ്ട് ചെറുതായിട്ട്. എന്തായാലും ഗ്രാൻഡ് പെണ് ഗൈസ് അടുത്ത വീഡിയോ നമ്മൾ ഗ്രാനി ആയിട്ട് വരും. ഗ്രാനി ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യും. പിന്നത്തെ വീഡിയോ നമ്മൾ രണ്ടുപേരും വെച്ചിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പൊ പിന്നെ 3 പേരും സൺഡ്രീനും ഗ്രാനിയും അപ്പൂപ്പനും ഇവര് 3 പേരും കൂടെ നമ്മൾ ഒരു വീഡിയോ ചെയ്യും. എന്തായാലും നമ്മൾ ട്രൈ ചെയ്യും ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് നടക്കാം. ഗൈസ് നമ്മൾ ഇട്ടിട്ടുള്ളത് എനിക്ക് നല്ല പേടി കേട്ടോ. നൈറ്റ് മൂഡ് കളിക്കുന്നുണ്ട് കണ്ടോ ഗൈസ്. നോക്കി ആകാശം മുഴുവൻ നല്ല ചുവപ്പ് കളറിലാണ് എനിക്കണ കേട്ടോ. എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കുറെ പ്രാവശ്യം ഇങ്ങനെ ഇട്ട് കളിക്കിട്ടുണ്ട് ഗൈസ്. ഞങ്ങളെ കൊല്ലും എല്ലിനടുത്ത് പോയാൽ. കണ്ടില്ലേ നൈറ്റ് മെയർ മൂഡിൽ ആകാശമൊക്കെ നിറച്ച് ചുവപ്പ് കളറാണ്. ഇപ്പൊ തന്നെ ചാവും. കാറ് ചുവപ്പ് കളറ്, വെള്ളം ലാവ. ആ പണ്ടത്തെ അതേ വീട് ഇപ്പൊ ചാവും ഗൈസ്. ആ ഗ്രാൻഡ് പാനെ കൊല്ലുന്നു ഗൈസ്. ലാവിനും കണ്ടോ ഗൈസ്. കണ്ടില്ലേ നമ്മൾ ഇതൊക്കെ ഉണ്ടായി നമ്മൾ ആ വീട്ടിൽ. അപ്പൊ ഗൈസ് എനിക്ക് തോന്നുന്നു ഈ നൈറ്റ് മെയർ മൂഡിൽ എലി സാധനങ്ങൾ എന്തൊക്കെയോ ഉണ്ട് ഇതാണ്. എലികള് പോയി ഇപ്പൊ നമ്മൾ ചാവും. സർപ്രൈസ്. ഗൈസ് എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഗൈസ്. എനിക്ക് ഇവിടെ അമ്മേ ഞാൻ ചത്ത്. എന്തായാലും ഡേ 1 ആണ് ഗൈസ് ഇത്. എന്തായാലും നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കും സുഹൃത്തുക്കളെ. നമ്മൾ ഫ്രണ്ട് ഡോർ എസ്കേപ്പ് അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ എസ്കേപ്പ് ചെയ്യും. ഫ്രണ്ട് ഡോർ എസ്കേപ്പ് മതി. അത് ഫ്രണ്ട് ഡോർ എസ്കേപ്പിന് ജനറേറ്റർ ടേബിൾ വേണം ഗൈസ്. നമ്മൾ ലോക്ക് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ട്രൈ ചെയ്യുന്നത് ഗൈസ് നൈറ്റ് മെയർ മൂഡാണ്. എന്തായാലും ഇപ്പൊ ഗ്രാൻഡ് പിങ്കോട് വരും. അതാണ് എന്നിട്ട് ഗ്രാൻഡ് നമ്മൾ ഗ്രാൻഡ് പേരെ കട്ടിലടിയിൽ പോയി കെടുക്കണം. എന്നാലേ നമുക്ക് എത്രയും പെട്ടെന്ന് വെപ്പൺ കീ കണ്ടുപിടിക്കണം. എന്നാലും നമുക്ക് വെപ്പൺ ആനെയാണ് ഞാൻ ആലോചിക്കണം കേട്ടോ. അത് അങ്ങോട്ട് അടി പോട്ടെ. ഞാൻ പോട്ടെ. എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ആക്സിലേറ്റർ ആണ് ഇരിക്കേണ്ടത് കേട്ടോ ഗൈസ്. നമുക്ക് എത്രയും പെട്ടെന്ന് വെപ്പൺ കീ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. അതാണ് നല്ലത്. ആദ്യം അവൻ പറഞ്ഞു ഗൈസ് ജനറേറ്റർ ടേബിൾ കിട്ടി. നമുക്ക് ഗ്രാൻഡ് പേടെ മുറി കയറാം. ഇതുണ്ടോ ഗൈസ്. എനിക്ക് പെട്ലോക്കി എങ്ങാണ്ട് ഇതിലുണ്ടാവും കേട്ടോ. ഒന്നുമില്ല. നമുക്കിവിടെ എടുക്കാം. ഇനി ഗ്രാൻഡ് പാ വരുന്നവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം ഗൈസ്. ഗ്രാൻഡ് പാ വന്നാൽ ഗ്രാൻഡ് പാ ഒന്ന് ഇവിടെ കിടന്നുറങ്ങും. അപ്പം ഗ്രാൻഡ് പാനായിട്ട് തോക്കിട്ടിട്ട് ഗ്രാൻഡ് പാനെ നമുക്ക് വെടി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു നമുക്ക് കാക്കയ്ക്ക് കൊടുക്കണം. കാരണം കാക്കയുടെ അടുത്ത് എന്തായാലും ഷെഡ് കീ അല്ലെങ്കിൽ കോയിൻ അങ്ങനത്തെ ട്രെയിൻ കീ എടുക്കാറുണ്ട്. ഇടയ്ക്കിട്ട് മെയിൻ സ്വിച്ച് എടുക്കാറുണ്ട്. പിന്നെ മറ്റേ ആക്സിലേറ്റർ നമ്മൾക്ക് ആക്സിലേറ്റർ ആദ്യം തന്നെ കിട്ടിയിട്ടോ. ഇനി മെയിൻ സ്വിച്ച്, പിന്നെ ട്രെയിൻ കീ, പിന്നെ കോയിൻ. ഇത് 3 എണ്ണം കിട്ടിയാൽ നമ്മൾക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ട്രെയിൻ എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ഡോർ എസ്കേപ്പ് വേണോ? അത്ര ഈസി ആയിട്ട് തോന്നുന്നില്ല. കാരണം 2 സാധനം മതി. 2 സാധനം മതി. എന്നാലും ജനറേറ്റർ ടേബിൾ വേണം.
അതിന് വേണ്ടി നമുക്ക് ഷെഡ് ഇറക്കാം. ഓ തോക്കുണ്ടോ കയ്യിൽ? തോക്കുണ്ടടാ. സോറി ഗ്രാൻഡ് പാ, എനിക്ക് ഉറക്കത്തിന്റെ ഇടയിൽ വന്ന് കൊല്ലണ്ടി വന്നു. ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്, അതുകൊണ്ട് പിന്നെ വാട്ടോ. ഇനി ഞങ്ങൾ ഇപ്പൊ ഇന്ന് എന്താണെന്ന് അറിയില്ല, എത്രയും പെട്ടെന്ന് ഗ്രാൻഡ് പാ വന്നു. ഇവിടെ എന്തെങ്കിലും ഉണ്ട്? ഓ തീപ്പെട്ടി. തീപ്പെട്ടി ഉണ്ട് കേട്ടോ, വേറെ ഒന്നുമില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ എന്തെങ്കിലും ഗ്രാൻഡ് പാ? എന്താ ഗ്രാൻഡ് പാ ഇത്? അല്ല, അവിടെ തുറന്നു വെക്കണം കേട്ടോ. സ്ക്രൂ ഡ്രൈവറോട് തുറക്കേണ്ട അവസ്ഥയെ പോയി. കാക്കേനെ പോകിട്ട് എങ്ങനെയാവോ? എനിക്ക് കാക്കേടെ അടുത്ത് എന്താണെന്നോ? കാക്ക പച്ചങ്ങ ഉണ്ടാക്കണ്ട, ബ്ലാക്ക് അല്ല, പച്ചല്ല ബ്ലാക്ക്. എന്താണ് കാക്കേടെ അടുത്ത്? കോയിൻ. നമുക്ക് എന്തായാലും ആവശ്യമുള്ള ആവശ്യമുള്ള സാധനം കേട്ടോ കോയിൻ. അവിടെ കാറിൻ്റെ ഉള്ളിൽ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് വെപ്പൺ കീ കണ്ടുപിടിക്കണം. സെൻഡറീന പറയാനറിയോ? നമുക്ക് എന്തായാലും ഷെഡ് കീയും വേണം അല്ലേ? എന്തായാലും നമുക്കിപ്പോ പ്ലാങ്ക് കണ്ടുപിടിക്കാണ്ട്. കോയിൻ കിട്ടി. കോയിൻ നമുക്ക് എന്തായാലും എവിടെയെങ്കിലും പോയി ഡ്രോപ്പ് ചെയ്യാം. ഞാൻ തോക്കാണ്. നമുക്ക് കോയിൻ എടുക്കാം. കണ്ടില്ലേ? കോയിനെ കണ്ടിട്ട് തേങ്ങയുടെ പോരിണ്ടല്ലേ. നമുക്ക് കോയിൻ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്താലേ പറ്റുള്ളൂ. കോയിനൊക്കെ അവിടെ ഡ്രോപ്പ് ചെയ്യാതെ ഇതിൻ്റെ ഉള്ളിൽ കിട്ടാലോ. പ്ലാങ്ക് കിട്ടി ഗൈസ്. യെസ്, ലെറ്റ്സ് ഗോ. നമുക്ക് ഇവിടെ ഇടാം കോയിൻ. പ്ലാങ്ക് മാത്രം ഒടിഞ്ഞുള്ളൂ. കാല ഒടിഞ്ഞുള്ളൂ. ഇനി നമ്മളെങ്ങനെ കേറും? നിലത്തിക്കൊന്നും ചാടണ്ടറാ, പിശാശിട്ടൊക്കെ ഏർപ്പാടുണ്ടോ? നമ്മളിനി എങ്ങനെ കേറും ഗൈസ്? തോക്കാണെങ്കിൽ മുകളിൽ അവിടെ മുതലുണ്ട്. എന്തായാലും ഗ്രാൻഡ് പിപ്പിങ്ങോട് വരും, എനിക്ക് ഉറപ്പാണ്. എന്തായാലും നമുക്ക് ഇതന്നെ എടുത്തോണ്ട് മുകളിലേക്ക് പോകാം. അവിടെ എന്തെങ്കിലും ഉണ്ടോ? അത് ഉറപ്പാണ്. അവിടെ എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? എന്തായാലും എനിക്ക് നല്ല പേടിയാണ്. അടുത്തൊക്കെ കാണണ്ട ഗൈസ്. എന്തായാലും ഗ്രാൻഡ് പാട ഉണ്ടാവും. ഞാനിതിവിടെ വെച്ചിട്ട് പ്ലാങ്കാണ് ഗൈസ്. ഇതെന്തായാലും നമുക്ക് നല്ല ആവശ്യം വരും. ഇത് അടി കിട്ടാല് ഗ്രാമ വരും. അടി കിട്ടണ്ടെങ്കിൽ എലികള് പോണുണ്ട്. അതിന്റെ അർത്ഥം ഗ്രാൻഡ് പാ വരുന്നുണ്ട്. സൗണ്ട് വിട്ടട്ടെ, എനിക്കൊന്നും കേൾക്കുന്നില്ല. വരുന്നുണ്ടോ ഇല്ലേ നോക്കാം. നമുക്ക് കറക്റ്റായിട്ട് അറിയണം. കണ്ടില്ലേ, നമ്മൾ ഇവിടെ വന്ന് അവൻ, എനിക്ക് എപ്പോഴും മനസ്സിലാവാത്ത എന്താണെന്നറിയോ, അവൻ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നാണ്. അപ്പോൾ ഇനി തിരിച്ചു പോകാൻ നല്ല കഷ്ടപ്പാടാണ്. ഓ നൈറ്റ് മാർമൂടായോട് നല്ല പേടിയുണ്ട്. കണ്ടില്ലേ ഗൈസ്, ഒരുമാതിരി ഒച്ചയും എന്തോ ഡൽഹിയിൽ നടക്കണോ ഇല്ലേ ഗൈസ്? കണ്ടില്ലേ ഒരു ഒച്ച? അതാണ് ഗൈസ് ഞാനിപ്പോ ഇറങ്ങാത്തത്. എന്തായാലും അപ്പം പോട്ടെ, എന്നിട്ട് നമുക്ക് എന്തായാലും ഇറങ്ങാം അല്ലേ? പോട്ടെ. നമ്മൾ എവിടെ കൊണ്ട് തോക്കിട്ടാലും ആ അലവലാതി എടുക്കും. അതാണ് എൻ്റെ പ്രശ്നം. കണ്ടില്ലേ എലീടെ അങ്ങോട്ട് സൗണ്ട്? എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഇതിൽ കൂടെ പോകാൻ പറ്റും. നിലത്തേക്ക് പോടെ. നമ്മളിപ്പോ ഇവിടെ കണ്ടില്ലേ ഒരുമാതിരി ഒച്ച വരുന്നുണ്ട്. ഞാനില്ല, നമുക്ക് പേടിയാവുന്നുണ്ട്. എന്തായാലും ഗ്രാൻഡ് പിപ്പ് ഇങ്ങോട്ട് വരും, എനിക്ക് ഉറപ്പാണ് അല്ലേ? ഈ ഒച്ച കേൾക്കുമ്പോൾ അതെ അതാണ് ഞാൻ ഇതില് ചത്തിട്ട് വേറെ ഇടാം. ആണോ ഗൈസ്? നൈറ്റ് മാർ കൂടെ കണ്ടില്ലേ ഗൈസ്? എനിക്ക് പേടി ഒന്ന് നിലത്തേക്ക് അടിയ ചാവും. 3 മാസം ആ ചാടി സ്ഥലത്ത് കറങ്ങി. എനിക്ക് പേടിയാവും. ഈ വഴി നമുക്ക് എന്തായാലും പോവാൻ പറ്റുമെന്നോ? അമ്മ ഞാൻ ചത്ത്.
പോവാൻ പറ്റോ മോളി കയറാനുള്ള ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഇവനെ കൊണ്ട് തലക്കൊന്നിട്ടാല തലമണ്ണ ഡീ പൊട്ടിക്കുക എന്തായാലും അങ്ങോട്ട് പോട്ടെ എന്നിട്ട് നമുക്ക് ചാടാം ഓക്കെ അണ്ട് നടത്തിട്ട് കൂടെ പോവാം വേഗം കൂടി പേടിയൊന്നും കൈയും കളിയും മറക്കണം എന്നറിയോ ഇല്ലേ അത് മോളിൽ പോവാം ഞാനിങ്ങോട്ട് അല്ലേ പ്ലാങ്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഓ ഇപ്പോഴല്ലേ ഗൈസ് ഒരു സമാധാനം എന്തായാലും നമുക്ക് പ്ലാങ്ക് തിരിച്ചെടുക്കാൻ പറ്റൂല ഞാൻ ഇങ്ങോട്ട് പോകണം കേട്ടോ ഇവിടെ എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള കിട്ടിയാൽ മതിയായിരുന്നു എന്തുവാ നോക്കട്ടെ തേങ്ങ പൊതിക്കണം നമുക്ക് ഈ തേങ്ങയിൽ എന്താവോ അതില് എനിക്ക് പേടിയാവുന്നുണ്ട് കയ്യും കാലും പറിക്കണം മനുഷ്യനെ അമ്മേ അപ്പുറത്തേക്ക് അങ്ങനെ പോകും അതൊക്കെ പോകാൻ പറ്റും എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് തോക്ക് എടുക്കണം അല്ലേ എന്നാ മറ്റേ സ്ഥലത്ത് പോകാം ഇത് ഇവരെ ചിലപ്പോൾ അങ്ങനെ മീനാണോ പോടി തേങ്ങ വരാൻ റെഡാണ് എന്തായാലും ഞാനൊന്ന് പോവാം പഠിക്കുന്നു ചത്ത് ഡടിക്കറ നമുക്ക് കേട്ടോ പേടിക്കട്ടോ പണ്ടാരക്കാരൻ എനിക്ക് എനിക്ക് പേടിയാവുന്നു ഇപ്പൊ തന്നെ ഞാൻ തട്ടിയിടൂല എന്തായാലും അതിപ്പോ ഇങ്ങോട്ട് വരും എന്താ അല്ലേ എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്ക് തോക്കെടുക്കണം ഗൈസ് അല്ലെങ്കിൽ നമ്മളുടെ കഥ തീരും അല്ലേ അപ്പൊ ഇപ്പൊ ആ സാധനം ഇപ്പൊ എടുത്തുണ്ടാവും ചിലപ്പോ തോക്ക് ഇല്ല ആ സാധനം അല്ല പറഞ്ഞ എനിക്ക് നല്ല പേടിയാണ് ഇപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം കണ്ടില്ല ഈ ഒച്ച വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പേടിയാണ് അല്ലേ നമുക്ക് നൈറ്റ്മെയർ മൂഡ് വേണോ ട്രെയിനിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാണ്ടാവും ഗൈസ് ഡബ്ബക്ക് എന്തായാലും ആക്സിലേറ്റർ ഇട്ടിട്ട് മെയിൻ സൂട്ട് കിട്ടണം കോയിൻ കിട്ടി ട്രെയിൻ കീ ഇത് രണ്ടും കിട്ടിയാൽ നമ്മൾ എസ്കേപ്പ് അല്ലേ ഫ്രണ്ട് ഡോർ എസ്കേപ്പ് മെയിൻ എസ്കേപ്പ് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഫ്രണ്ട് ഡോർ എസ്കേപ്പ് ആയിരിക്കും ഗ്രാനീനെ ഇട്ടിട്ട് അതെ ഇതാണ് എനിക്ക് ഗ്രാനീന് നല്ല പേടിയാണ് ഗ്രാനി കളിക്കാൻ പോകുന്നത് ആദ്യമാണ് അല്ല അതെ ഗ്രാൻഡ് കളിക്കുന്നത് ഞാൻ നമ്മളെ ഹാർട്ട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഗ്രാൻഡ് നമ്മളെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും ഹാർട്ട് ഇടിച്ചാൽ നമ്മളെ ഗ്രാൻഡ് ഫോളോ ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും എവിടെയെന്നറിയൂ പോലും അറിഞ്ഞൂടാ കളവൻ എനിക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് പപ്പണിക്ക് കണ്ടുപിടിച്ചാലേ പറ്റും ഇട്ടാണ് അവൻ്റെ തലക്കെടുത്തോണ്ടും കൊടുക്കാം അമ്മ എനിക്ക് പേടിയാവും നീ ഒച്ച ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും കറങ്ങാം തേങ്ങാന് നമുക്ക് നൈറ്റ്മെയർ മൂഡ് വേണോ എന്തായാലും എനിക്ക് നൈറ്റ്മെയർ മൂഡ് വേണ്ട പേടിയാവുന്നുണ്ട് ഞാൻ നൈറ്റ്മെയർ മൂഡ് കളിക്കുന്നില്ല എനിക്ക് പേടിയാവുന്നു നൈറ്റ്മെയർ മൂഡ് ഓഫ് ചെയ്തു ഇതല്ലേ സിമ്പിൾ ഇങ്ങനെ കളിക്കുമ്പോൾ ഗ്രാനിയിലിട്ടിട്ടൊന്നും കളിക്കാം വേണ്ട എനിക്ക് സ്ലെൻഡറിനെ ഇടണ്ട അതന്നെ ഒരു ശല്യമാണ് അതിനെ കട്ട് ചെയ്തിട്ടാ മതി കളിക്കാം
എന്തായാലും എനിക്ക് നൈറ്റ് മെയർ മൂഡ് ഭയങ്കര പേടിയുള്ള ആളാണ് ഞാൻ. എനിക്ക് നൈറ്റ് മെയർ മൂഡ് പേടിയാവുന്നത്. അപ്പോൾ നമ്മൾ വേറെ ഇത് ഡേ 1 കളിക്കാൻ പോകുന്നത്. കാരണം നൈറ്റ് മെയർ മൂഡ് നമ്മൾ അത്രയും പേടിക്കണം. ഗ്രാൻഡ് നമ്മളെ ഫോളോ ചെയ്ത് വന്നോണ്ടേ ഇരിക്കും നൈറ്റ് മെയർ മൂഡിൽ കേട്ടോ. ഇത് നല്ലത് നല്ലത് നല്ലത്. ഗ്രാൻഡ് എന്തായാലും ഇപ്പം ഇങ്ങോട്ട് വരും അല്ല അതി വരൂലേ? ഇവിടെ കുഞ്ഞു ഭാവിയാക്കി ഞാൻ ഇവിടെ കിട്ടാത്ത ഗ്രാൻഡ് ഇപ്പം നേരെ മേളിലോട്ട് പോകണം. ആക്സിലേറ്റർ പോയിട്ടില്ല എന്നാലും എനിക്ക് തോന്നുന്നത് എന്നാലും ഗ്രാൻഡ് പ ഇതിനിടയ്ക്കിട്ട് പോണത് ഒരു 1/4 മണിക്കൂർ ഉണ്ടാവും അല്ലേ? അതുവരെ എന്തോ ഇപ്പൊ എന്തായാലും ഗ്രാൻഡ് ഒന്നുമില്ല അസ്ഥികൂടം മാത്രം അല്ല അതി. ഞാനിതൊന്ന് തുറന്നു നോക്കട്ടെ കേട്ടോ. അതെ ഗസ് ഗ്രാൻഡ് വരൂലല്ലോ അല്ലേ? ഇതിലെന്തായാലും മറ്റേ നൈറ്റ്സ് ഒന്നും ഇല്ല. ഇതിലൊന്നും ഉണ്ടാവാൻ പോലെ ആനമുട്ട ഉണ്ടാവും. ആരല്ലേ ഇതൊക്കെ ഉണ്ടോ? ഇല്ല നമുക്ക് എന്തായാലും എനിക്ക് ആക്സിലേറ്റർ കണ്ടെത്തണം, മെയിൻ സെറ്റ് കണ്ടെത്തണം, ഇനി കോയിൻ കണ്ടെത്തണം. പിന്നെ എനിക്ക് ഫ്രണ്ട് ഡോർ എസ്കേപ്പ് ആണ്. എന്തായാലും ജനറേറ്റർ വേണം, ജനറേറ്റർ ടേബിൾ വേണം. നമ്മൾ എന്തായാലും ഏറ്റവും മുകളിൽ നിന്ന് തോക്ക് എടുക്കുന്നത്. അതെന്തായാലും ഗ്രാൻഡ് എടുത്തു. നമ്മളെന്ത് ചെയ്യാൻ അല്ല അതി അത് നൈറ്റ് മൂഡിലല്ലേ? നൈറ്റ് മെയർ മൂഡ്, ഇത് സാധാ മൂഡ്. നൈറ്റ് മെയർ മൂഡിൽ ആക്സിലേറ്റർ ഒക്കെ പെട്ടെന്നാണ് കിട്ടിയത് അല്ലേ? ആക്സിലേറ്റർ ആ റൂവിൽ തന്നെ ഇരിക്കുന്നുണ്ടായി. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ അല്ലേ? എന്തായാലും നമുക്ക് നൈറ്റ് മെയർ മൂഡ് എല്ലാവരും ഒന്ന് കളിച്ചു നോക്കണം കേട്ടോ. നൈറ്റ് മെയർ മൂഡ് എല്ലാവരും സബ്സ്ക്രൈബ് കാണണമെങ്കിൽ ചടപടാന്ന് ഇപ്പുറത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. 1 മില്യൺ ആണ് നമ്മളുടെ ലക്ഷ്യം സബ്സ്ക്രൈബേഴ്സ് അല്ലേ? എന്തായാലും എന്തായാലും ഗ്രാൻഡ് പ വന്നാൽ ഗ്രാൻഡ് പേനെ ഞാൻ ഈ ഗ്രാൻഡ് പേട തലേ ദിവസം ഇനി ഗ്രാൻഡ് പേട മുട്ടുകൊടുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നുണ്ട്. പക്ഷെ ഗ്രാൻഡ് പ ഞാൻ എത്രയും പെട്ടെന്ന് നൈറ്റ് മെയർ മൂഡിൽ എന്ത് പെട്ടെന്ന് വന്നത് അല്ലേ? നൈറ്റ് മെയർ മൂഡിൽ ഒരുമാതിരി ഒച്ച അതുണ്ട്. അതാണ് എന്താ പേടിപ്പെടുത്തണം. ഇത്രയും പെട്ടെന്ന് പോയിട്ട് നമുക്ക് കണ്ടെത്താം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രാനീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനെ ഗ്രാനീനെ കൊന്ന വേറെ വരും. നമ്മൾ എസ്കേപ്പ് ചെയ്തിട്ട് നമ്മൾക്കൊരു ഇതുണ്ടായിരുന്നു. ഇനി എന്താ എസ്കേപ്പാ ഉള്ളതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഒരു എന്ത് ടാങ്ക് എസ്കേപ്പ് അതൊക്കെ ഉണ്ട്. അതൊക്കെ പറയില്ല. ഒക്കെ നമുക്ക് ഈ ഗ്രാൻഡ് എന്താണ് വരാത്തെ
ഈ ഗ്രാൻഡ് പേയുടെ നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള ആരെന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഗ്രാൻഡ് പേനെയാണോ ഗ്രാനീനെയാണോ പിന്നെ സെൻട്രീനെയാണോ? സ്ലെൻഡറീനെ വെറുതെ പേടിപ്പിച്ചിട്ട് പിന്നെ ബേബി സ്മോൾ സണ്ണിയാണോ? സൺ എന്ന് പറഞ്ഞ ഒരു കുട്ടി സ്മോൾ സൺ എപ്പോഴും ശക്തിട്ടായിരിക്കും. മറ്റേട്ടാ വിളിക്കൂല സ്മോൾ സൺ കമ്മി ഹിയർ. ഗ്രാനി 3-ൽ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തണ ആരാണെന്ന് എനിക്കറിയാം. സ്ലെൻഡറീനെയാണ്. ഗ്രാനി ഗ്രാൻഡ് പേ പോയി അപ്പം അതൊന്നും അടുത്ത് നിൽക്കുന്നുണ്ടാവും അല്ലേ? അത് സ്ലെൻഡറീനയുടെ പ്രത്യേകത. വലിയ സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് വരും. ഗൈസ് ഗ്രാൻഡ് പേനെ കാത്തിക്കണ്ട എൻ്റെ ചേച്ചി വന്നു. അപ്പം ഞാൻ പോവാണ്. അടുത്ത വീഡിയോക്ക് നമുക്ക് കാണാം കേട്ടോ. ഗൈസ് ആദ്യം കളിക്കുന്നുണ്ട്. ഞാൻ 5 times escape ആയി ഗ്രാനി.